സ്വപ്ന ഫോമിലാണ് ഇപ്പോൾ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ. ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരായ T20 പരമ്പരകളിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജു ഒരു കലണ്ടർ വർഷം ഇന്ത്യക്കായി 3 T20 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ്. അവസാന 2 പരമ്പരകളിലെ പ്രകടനം T20 ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനും സഞ്ജുവിന് സഹായിക്കും. 2 മാസം മുൻപ് വരെ ദേശീയ ടീമിൽ അത്രയ്ക്ക് പ്രാധാന്യം ഇല്ലാതിരുന്ന സഞ്ജു വെറും 7 മത്സരങ്ങൾ കൊണ്ട് ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് പറയാം. T20 ക്രിക്കറ്റിൽ സഞ്ജു സ്വപ്ന ഫോമിൽ കളിച്ചു മുന്നേറുമ്പോൾ ഏകദിനത്തിലും അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള സഞ്ജുവിന് ഇതിൽ മികച്ച റെക്കോർഡുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ സീനിയർ താരങ്ങളായ KL രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യയുടെ ഏകദിന ടീമിലുണ്ട്. ഇവരെ മറികടന്ന് ഏകദിന ടീമിൽ കയറുന്നത് സത്യത്തിൽ സഞ്ജുവിന് ദുഷ്കരം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ T20യിൽ കാഴ്ചവെച്ചിരിക്കുന്ന സ്വപ്ന പ്രകടനങ്ങൾ സഞ്ജുവിന് ഏകദിന ടീമിൽ വീണ്ടും അവസരം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കും. സഞ്ജുവിന്റെ ഇപ്പോഴത്തെ ഫോമിൽ ഈ 2 താരങ്ങൾക്കും ചെറിയ ഭീഷണിയുണ്ടെന്നതും വാസ്തവമാണ്. ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിന്റെ അടുത്ത സുപ്രധാന ടൂർണമെന്റ് ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. ഇതിനു മുൻപ് നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഏകദിന പരമ്പരയിൽ കളിക്കുന്നുണ്ട്. ഈ പരമ്പരയിൽ സഞ്ജുവിന് അവസരം നൽകി നോക്കണമെന്നാണ് ആരാധകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ T20യിൽ കാഴ്ചവെച്ചതിന് സമാനമായ പ്രകടനം ഏകദിനത്തിലും പുറത്തെടുക്കാനായാൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജുവിനെ കാണാം. സഞ്ജുവിനെ പോലെ ഒരു ക്വാളിറ്റി താരത്തിന്റെ സാന്നിധ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ കിരീട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം ഏകദിന ടീമിലേക്കുള്ള സഞ്ജുവിന്റെ മടങ്ങിവരവിൽ നിർണായകമാവുക പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തീരുമാനമാകും. നേരത്തെ ശ്രീലങ്കയിൽ നടന്ന T20 പരമ്പരയിൽ തുടർച്ചയായി 2 കളികളിൽ ഡെക്കായിട്ടും സഞ്ജുവിനെ ബാക്ക് ചെയ്യാൻ ഗംഭീർ തീരുമാനിച്ചതിന്റെ ഫലമാണ് പിന്നീട് നടന്ന പരമ്പരകളിൽ കണ്ടത്. ഇത്തരത്തിൽ ഏകദിനത്തിലും ഗംഭീറിൽ നിന്ന് തുടർച്ചയായ പിന്തുണ സഞ്ജുവിന് ലഭിക്കുമോ എന്നത് കണ്ടറിയണം. അങ്ങനെ സംഭവിച്ചാൽ T20യിലേതുപോലെ ഏകദിന ടീമിലും സഞ്ജുവിന് കോളടിച്ചേക്കും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പിന്തുണയും ഇക്കാര്യത്തിൽ നിർണായകമാകും. നേരത്തെ T20യിൽ സഞ്ജുവിന് ലോങ് റൺ നൽകാനുള്ള ഗംഭീറിന്റെ തീരുമാനത്തിന് ക്യാപ്റ്റൻ സ്കൈയുടെയും പിന്തുണയുണ്ടായിരുന്നു. അത്തരത്തിൽ ഏകദിന ടീമിന്റെ നായകനായ രോഹിത്തിന്റെ പിന്തുണയും ടീമിൽ അവസരം ലഭിക്കാൻ സഞ്ജുവിന് ആവശ്യമുണ്ട്. ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി 16 മത്സരങ്ങളാണ് സഞ്ജു സാംസൺ ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഇതിൽ 56.66 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസ് നേടാൻ അദ്ദേഹത്തിനായി. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും ഏകദിനത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു സഞ്ജുവിന്റെ അവസാന ഏകദിന മത്സരം. അന്ന് കിടിലൻ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു.